വിദേശ അധിനിവേശത്തിന്റെയും മിഷണറി പ്രവർത്തനത്തിന്റെയും വിദേശ വ്യാപാരത്തിന്റെയും ചരിത്രം ഉൾക്കൊള്ളുന്ന കൊല്ലം തീരപ്രദേശത്തിന്റെ ഭാഗമാകുന്ന മത്സ്യത്തൊഴിലാളികളുടെ ഒരു വലിയ സമൂഹം വസിക്കുന്ന സ്ഥലമാണ് വാടി. പ്രാഥമിക വിദ്യാഭ്യാസത്തിലും പിന്നീട് പരമ്പരാഗത തൊഴിലിലുമായി ഒതുങ്ങി നിന്നിരുന്ന മത്സ്യത്തൊഴിലാളി സമൂഹത്തിനെ അറിവിന്റെ നാനാവിധമായ തലങ്ങളിലേക്ക് വഴികാട്ടുകയും പുതിയ ഉയരങ്ങളിലേക്ക് കുതിക്കാൻ പ്രചോദനം നൽകുകയും ചെയ്യുന്നതിൽ ഇവിടെ സ്ഥിതി ചെയ്യുന്ന വാടി കോസ്റ്റൽ പബ്ലിക് ലൈബ്രറിക്ക് വലിയ പങ്കുണ്ട്. ഒരു കൂട്ടം യുവാക്കളുടെ പരിശ്രമഫലമായി തുടങ്ങിയ വായനശാല ഇന്ന് 75 വർഷങ്ങൾക്ക് ശേഷം വിശാലമായ വായനാ സൗകര്യവും ഡിജിറ്റൈസ്ഡ് സജ്ജീകരണവും അപൂർവങ്ങളിൽ അപൂർവമായ പുസ്തകശേഖരണവുമുള്ള ഒരു ആധുനിക ഗ്രന്ഥശാലയായി മാറിയിരിക്കുന്നു. പ്ലാറ്റിനം ജൂബിലി ആഘോഷിക്കുന്ന ഈ മാസം പുതുമന്ദിരം ജനങ്ങൾക്കായി തുറക്കാനിരിക്കുന്ന വാടി കോസ്റ്റൽ പബ്ലിക് ലൈബ്രറിയെക്കുറിച്ചാണ് ഇന്നത്തെ എപ്പിസോഡ്. കലാ സാഹിത്യ സാംസ്കാരിക മേഖലകളെ സമന്വയിപ്പിച്ചുകൊണ്ട് തീരപ്രദേശത്തെ പുരോഗതിയിലേക്ക് നയിക്കുന്ന വാടി കോസ്റ്റൽ പബ്ലിക് ലൈബ്രറിയെക്കുറിച്ച് സംസാരിക്കുന്നു വാടി CYMS പ്രസിഡന്റ് ശ്രീ ജോസഫ്. എൻ്റെ പേര് ജോസഫ്. ഞാൻ വാടിയിലെ മതസംഘടനയായ CYMSൻ്റെ പ്രസിഡൻ്റാണ്. ഈ ലൈബ്രറിയുടെ പുനരുദ്ധാരണ കമ്മിറ്റി ചെയർമാൻ കൂടിയാണ്. ഞങ്ങൾ 4 സംഘടനകൾ ആണ് ഇവിടെ വാടി ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്നത്. അതിലേറ്റവും പുരാതനമായ പ്രസ്ഥാനം എന്ന് പറയുന്നത് ലൈബ്രറി തന്നെയാണ്. ഏതാണ്ട് 1930 ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്ത ഒരു പ്രസ്ഥാനമാണ് ഈ ലൈബ്രറി. പക്ഷേ ഈ പഴയ തലമുറ ഞങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ കൈമാറി തന്ന ഇത് അതേ രീതിയിൽ തന്നെ നിലനിർത്തി കൊണ്ടുപോകണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഞങ്ങൾ ഇത്രയും നല്ലൊരു വളരെ മനോഹരമായ ഈ ഒരു ബിൽഡിങ്ങിന് വേണ്ടി പരിശ്രമിച്ച് ഇറങ്ങിയത്. കാര്യം അത് ഈ വരുന്ന തലമുറ എത്രത്തോളം ഉപയോഗിക്കുന്നതെന്ന് ഞങ്ങൾക്കറിയില്ല. പക്ഷെ നമ്മളത് ഇത്രയും ചെയ്തു. ഇത്രയും 4 അന്ന് പഴയ പൂർവികർ ഈ 4 സംഘടനകൾ ഇവിടെ നിർമ്മിച്ചത് തന്നെ വളരെ ദീർഘവിശ്വത്തോടുകൂടിയാണ്. അത് ഒരു പക്ഷേ ഈ കേരളത്തിൻ്റെ തീരപ്രദേശങ്ങളിൽ ഒരു സ്ഥലത്ത് ഇത്തരം പ്രസ്ഥാനങ്ങൾ ഒരുപോലെ നിൽക്കുന്ന ഒരിടത്ത് ചിലപ്പോൾ ഒരു ലൈബ്രറി ഉണ്ടാവും, അല്ലെങ്കിൽ ഒരിടത്ത് ഒരു ക്ലബ് ഉണ്ടാവും, അങ്ങനെയൊക്കെ ഉള്ളൂ. ഇത് എല്ലാ കലകളും യോജിപ്പിച്ചുകൊണ്ടുള്ള ഈ 4 പ്രസ്ഥാനങ്ങളാണ് ഇവിടെ നിൽക്കുന്നത്. അതിൻ്റെ ആക്ടിവിറ്റീസ് എല്ലാ കാലങ്ങളിലും നടത്തുന്നുമുണ്ട്. ഓരോ റിസോഴ്സിൻ്റെ ആയാലും അല്ലാതുള്ള ഇതായാലും ലൈബ്രറി പിന്നെ ഒരുപാട് പ്രോഗ്രാം നടത്താനുള്ള ലൈബ്രറി അത് സമയങ്ങളിൽ പ്രോഗ്രാമുകൾ നടത്തുന്നതുണ്ട്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഞങ്ങളുടെ വാടിയിലെ ചരിത്രം. ഇതാണ് ഈ 4 സംഘടനകൾ നിന്ന് ഒരുപോലെ നിന്ന് ഞങ്ങൾ കൂട്ടായിട്ട് നിന്ന് പ്രവർത്തിച്ചാണ് ഇതിൻ്റെ കമ്മിറ്റി. അങ്ങനെ സമയങ്ങളിൽ കമ്മിറ്റികളെല്ലാം തീരുമാനിച്ചുകൊണ്ട് ആ കമ്മിറ്റികൾ ആണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ. ഇതിന് തന്നെ ഏതാണ്ട് 75 ലക്ഷം രൂപയോളം ചിലവാക്കിയാണ്. അത് ഈ നല്ലവരായ ആൾക്കാരുടെ സഹായം കൊണ്ടൊക്കെയാണ്. ഞാൻ ഈ തരുണത്തിൽ അവരെല്ലാം നന്ദിപൂർവ്വം സ്മരിക്കുകയും അവർക്കെല്ലാം ഈ പ്രസ്ഥാനത്തിൻ്റെ പേരിൽ നന്ദി പറയുകയും ചെയ്യുകയാണ്. വാടി പ്രദേശത്തെ വിദ്യാഭ്യാസത്തിന്റെ പടിപടിയായുള്ള മുന്നേറ്റത്തെപ്പറ്റിയും 1930 ഒരു പറ്റം യുവാക്കളുടെ പരിശ്രമഫലമായ സെയിന്റ് ആന്റണീസ് വായനശാലയുടെ വളർച്ചയെപ്പറ്റിയും അതെങ്ങനെ കൊല്ലം തീരപ്രദേശത്തെ വിജ്ഞാനവിളക്കായ വാടി കോസ്റ്റൽ പബ്ലിക് ലൈബ്രറിയായി രൂപാന്തരപ്പെട്ടതിനെപ്പറ്റിയും സംസാരിക്കുന്നു സുവനീർ കമ്മിറ്റി ചെയർമാനായ അഡ്വക്കേറ്റ് ജോൺസൺ പയസ്. എൻ്റെ പേര് അഡ്വക്കേറ്റ് ജോൺസൺ പയസ്. ഞാൻ ഇവിടുത്തെ കൺസ്ട്രക്ഷൻ്റെ സുവനീർ കമ്മിറ്റിയുടെ ചെയർമാൻ. ഇപ്പോൾ ഈ ലൈബ്രറിയുടെ ഒരു മുൻകാല പ്രവർത്തനം കൂടെയാണ്. ഇപ്പോൾ ഇവിടുത്തെ സാമൂഹിക സംഘടനകളിലൊക്കെ നമ്മൾ അത്യാവശ്യം നേരത്തെ തന്നെ പ്രവർത്തിച്ച് പരിചയമുള്ളതാണ്. ഇവിടുത്തെ കോസ്റ്റൽ പബ്ലിക് ലൈബ്രറി എന്ന് വെച്ചാൽ തീരദേശത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലൈബ്രറിയാണ്. ഈ ലൈബ്രറി ഈ തീരദേശത്തിനാകെ സാംസ്കാരികമായിട്ടും വിദ്യാഭ്യാസപരമായും ഉണർവുണ്ടാകാനായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുള്ള ഒരു ലൈബ്രറിയാണ്. അത് തീരദേശത്തിന് മാത്രമല്ല, കൊല്ലം പട്ടണത്തിനും കൊല്ലം ജില്ലയ്ക്കും തന്നെ അഭിമാനകരമായ ഒരുപാട് സംഭാവനകൾ നൽകിയിട്ടുള്ള ഒരു ലൈബ്രറിയാണ്. വളരെ അമൂല്യമായ പുസ്തക ശേഖരമുള്ള ഈ ലൈബ്രറിയിൽ തന്നെ പുസ്തകങ്ങൾ എടുക്കാൻ പല ദേശത്തു നിന്നും പല നാട്ടിൽ നിന്നും ആളുകൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇതാണ് ഈ ലൈബ്രറിയുടെ ഏറ്റവും പ്രാധാന്യം. അപ്പൊ ഈ പ്രദേശത്തെ ഈ ലൈബ്രറിയുടെ ഒരു ചരിത്രം പറയുമ്പോൾ ഇവിടുത്തെ വിദ്യാഭ്യാസപരമായിട്ടുള്ള
പുരോഗതിക്ക് ഈ ലൈബ്രറി എത്രമാത്രം പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ പറയേണ്ടതുണ്ട്. അപ്പൊ അത് പറയുമ്പോഴത്തേക്ക് ഇവിടെ പണ്ട് ഇവിടെ നിന്നിട്ടുള്ള സാമ്പ്രദായികമായ വിദ്യാഭ്യാസ രീതികളെ കുറിച്ചുമൊക്കെ നമ്മൾ ഒന്ന് തിരിഞ്ഞു നോക്കുന്നതല്ല. ഇപ്പൊ തീരദേശം നമുക്കറിയാം, വളരെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് 14-ാം നൂറ്റാണ്ട് മുതലേ ഇവിടെ ഉണ്ടായിരുന്ന ഒരു സമൂഹത്തെക്കുറിച്ച് വിശ്വാസ സമൂഹം ഉണ്ടായിരുന്നു. അല്ലാതെ ഉള്ള ആളുകളുമൊക്കെ ഇവിടെ വളരെ സജീവമായി ഒരു ജനങ്ങളായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷെ ഈ ജനങ്ങൾക്ക് ആ രീതിയിലുള്ള ഒരു വിദ്യാഭ്യാസം ആർജിച്ചു തുടങ്ങിയത് വളരെ വളരെ പിറകിലാണ്. തൊട്ടടുത്തുള്ള സെന്റ് ലോറൻസ് സ്കൂള് 1896 സ്ഥാപിതമായത്. പിന്നെ വാടി സ്കൂള് ഇവിടെ സ്ഥാപിതമായത് 1905. അപ്പൊ ഈ സ്കൂളുകളൊക്കെ വന്നെങ്കിലും നമ്മളെ തീരദേശത്തുള്ള ജനങ്ങൾ കൂടുതലും കടലുമായിട്ട് ബന്ധപ്പെട്ട ഉപജീവന മാർഗമായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത്. സ്വാഭാവികമായിട്ടും കുറച്ച് ആളുകൾ ഈ സ്കൂളുകളൊക്കെ തന്നെ ആശ്രയിക്കുകയും അവിടെ നിന്ന് പ്രാഥമികമായിട്ടുള്ള വിദ്യാഭ്യാസത്തിന് ഉള്ള ഒരു ചില നീക്കങ്ങൾ ഉണ്ടാകുകയും ചെയ്തു. അപ്പൊ ആ കാര്യത്തിന് അവിടെ ഈ ക്രിസ്ത്യൻ മിഷണറിമാരൊക്കെ കുറച്ച് നല്ല പങ്കുവച്ചിട്ടുണ്ട്. പ്രാഥമികമായ വിദ്യാഭ്യാസം മാത്രമേ ഇവിടെ നിന്നൊക്കെ നമുക്ക് ഇവരുള്ള ആളുകൾ ആർജിച്ചിരുന്നുള്ളൂ. അതിനപ്പുറമായിട്ടുള്ള വിദ്യാഭ്യാസം ഒന്നും തന്നെ ഇവരുള്ള ആളുകൾക്ക് അപ്പോഴും അപ്രാപ്യമായിരുന്നു. പരമ്പരാഗതമായ തൊഴിലാണ് അതിനൊക്കെ ഇതിന്റെ തലയിലിരിക്കുന്നതൊക്കെ നമ്മൾ പറയുന്നതൊക്കെ. അങ്ങനെ വീണ്ടും നമ്മൾ പ്രാഥമിക വിദ്യാഭ്യാസത്തിൽ മാത്രം ചുരുങ്ങുന്നതാണ്. അപ്പൊ അങ്ങനെ തന്നെയായിരുന്നു 1930 വരെയൊക്കെ. 1930 ഇവിടെ ഈ കുറച്ചുകൂടെ ഒരു വിദ്യാഭ്യാസപരമായ സാംസ്കാരികമായ ഉണർവിനുണ്ടാകുന്നതിന് കാരണമായത്. അപ്പൊ അത് വാടിയിലെ പള്ളി 1910 നമ്മൾ ഈ കാണുന്ന ഇന്നത്തെ വാടിപ്പള്ളി സ്ഥാപിച്ചത്. ആ പള്ളിയില് അന്ന് ഉണ്ടായിരുന്ന വികാരിയുടെ നേതൃത്വത്തില് ഇടവക ജനങ്ങളെല്ലാം കൂടെ ചെറിയൊരു 1930 സെന്റ് ആന്റണീസ് വായനശാല എന്നും പറഞ്ഞ ചെറിയൊരു ഇനിഷ്യേറ്റീവ് അവിടെ തുടങ്ങി. ആ കെട്ടിടത്തിന് നമ്മള് പിന്നെ അത്യാവശ്യം പുസ്തകങ്ങൾ, പത്രങ്ങൾ, അങ്ങനെയൊക്കെ ഒരു ചെറിയ സെറ്റപ്പ് ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ അങ്ങനെ 1936 വരെ ഈ വായനശാല അവിടെ നടന്നിരുന്നു. പക്ഷെ അവിടെ ഒരു വലിയ ഒരു പേമാരിയിൽ ഈ വായനശാല അവിടെ നിന്ന് തകർന്നു പോവുകയാണ് 1936. തുടർന്ന് ഈ വായനശാല ഈ വാടി ജംഗ്ഷനിലോട്ട് ചെറിയൊരു എറമാറക്കടയിലോട്ട് മാറ്റുന്ന ചരിത്രമാണ്. അവിടെ അത്യാവശ്യം പത്രങ്ങളും കാര്യങ്ങളും, അപ്പൊ കുറച്ചുകൂടെ ഒരു ജനങ്ങൾക്ക് കുറച്ചുകൂടെ ആക്സസിബിലിറ്റി കിട്ടി. പല സ്ഥലങ്ങളിൽ നിന്നും ആളുകൾ ഈ ഇത് ഡിപ്പെൻഡ് ചെയ്യാൻ തുടങ്ങി. പക്ഷെ അത് ക്രമേണ ഇങ്ങനെ നടന്ന് പോവുകയെ ഇത് ആദ്യ കാലഘട്ടത്തിൽ ഈ ലൈബ്രറിയുടെ ഇവിടെയുള്ള കുറച്ച് ചില മുന്നേറ്റങ്ങൾ നടന്നിട്ടുണ്ട്. ഇവിടെ ആദ്യമായിട്ട് 1946 ക്രിസ്ത്യൻ യങ് മെൻ സൊസൈറ്റി എന്ന് പറഞ്ഞ ഒരു സംഘടന രൂപപ്പെട്ടു. ഇവിടെ ഉണ്ടായി ക്രിസ്ത്യൻ യങ് മെൻ സൊസൈറ്റി എന്നുള്ളത് ഒരു സെക്യുലർ നേച്ചറിലുള്ളതല്ല എന്നുള്ള കണ്ടിട്ട് 1947 ഇതിന്റെ പേര് കോസ്റ്റൽ യങ് മെൻ സൊസൈറ്റി എന്ന് മാറ്റുകയാണ്. അങ്ങനെ 1947 നമ്മുടെ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലാണ് കോസ്റ്റൽ യങ് മെൻ സൊസൈറ്റി എന്ന് പറയുന്ന സംഘടന ഇവിടെ ശരിക്കും രൂപം കൊള്ളും. 6 സംഘടന ഈ ഒരു ചെറിയ വായനശാല ടേക്ക് ഓവർ ചെയ്യും. അവരുടെ നേതൃത്വത്തിലാണ് പിന്നെ ഈ പ്രവർത്തനങ്ങൾ. വായനശാല കുറച്ചുകൂടെ സെക്യുലർ നേച്ചറിലും കുറച്ചുകൂടെ ഒരു വൈഡ് ആംഗിളിലും ഇത് ഒരു പ്രവർത്തന നിരതമാണ്. അങ്ങനെ 1946 നടന്നിട്ടുള്ള ഈ ഒരു CYMS നേതൃത്വത്തിൽ തുടങ്ങിയ ലൈബ്രറി 1948 കുറച്ചുകൂടെ ഒരു ഓർഗനൈസ്ഡ് സെക്ടറിലേക്ക് രൂപം കൊണ്ട് 1948 അന്ന് തിരുവിതാംകൂർ ഗ്രന്ഥശാല സംഘത്തിന്റെ രജിസ്ട്രേഷൻ അപ്ലൈ ചെയ്തു. അന്ന് നാമമാത്രമായ സംഘടനകൾക്ക് മാത്രമേ ഇവിടെ രജിസ്ട്രേഷൻ ഉണ്ടായിരുന്നു. നമുക്ക് അതിൽ 457 നമ്പറായിട്ട് നമ്മൾ 1948 കോസ്റ്റൽ പബ്ലിക് ലൈബ്രറി രൂപം കൊള്ളുക. അപ്പൊ ഈ കോസ്റ്റൽ പബ്ലിക് ലൈബ്രറി വന്നതിന് ശേഷം ഇവിടെ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായെന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ സ്കൂളുകളിൽ നേരത്തെ പറയാൻ പോകുന്നത് പ്രാഥമിക വിദ്യാഭ്യാസം നടത്തിയിരുന്ന ഒരു ജനത കുറച്ചുകൂടെ ഒരു ഉൾക്കാഴ്ച വന്നു. അപ്പൊ 1930 ലൈബ്രറിയുടെ ആദ്യ ഉത്ഭവം തുടങ്ങിയതിന് ശേഷമാണ് തീരപ്രദേശത്ത് നിന്ന് ആദ്യമായി ഒരു ESLC എന്ന് പറയുന്നത് പണ്ട് ESLC എന്നാണ് അറിയപ്പെടുന്നത്, എലിമെന്ററി സ്കൂൾ ലീവിംഗ് സർട്ടിഫിക്കറ്റ്. അപ്പൊ അന്ന് 1936 ഈ തുറയിൽ നിന്നും ആദ്യമായി SSLC-കാരൻ ഉണ്ടാകുന്നതെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോ 1896 സെന്റ് ലോറൻസ് സ്കൂൾ വന്നതിന് ശേഷവും 905 വാദി സ്കൂൾ വന്നതിന് ശേഷവും ഒന്നും ഈ ഇനിഷ്യേറ്റീവ് ഉണ്ടായില്ല. ഈ ലൈബ്രറിയുടെ ഉത്ഭവത്തിന് ശേഷമാണ്
ഈ പ്രാഥമിക വിദ്യാഭ്യാസത്തിനപ്പുറം നമ്മൾ വിദ്യാഭ്യാസം ആർജിക്കണം എന്നുള്ളൊരു തോന്നൽ ഈ ജനതയ്ക്ക് ഉണ്ടാകുകയും 1936 എനിക്ക് ഫസ്റ്റ് ഒരാൾ SSLC പാസ്സായി. അന്നത്തെ ESLC ജോസഫ് എന്ന് പറയും. അപ്പൊ അങ്ങനെ ആദ്യമായിട്ട് ഈ ലൈബ്രറിയുടെ ഒരു ശരിക്കുള്ള സംഭാവന തുടങ്ങുന്നത് അവിടെ നിന്ന്. പിന്നെ നമ്മൾ ഹയർ സെക്കൻഡറി ലെവലിൽ പോരാ, കോളേജ് ലെവലിൽ വേണം. അന്ന് നമുക്ക് ഇവിടെ കോളേജുകളിലൊന്നും ഇല്ല. ഫാത്തിമ കോളേജ് ഉണ്ടാകുന്ന 1951 മറ്റോ. അപ്പൊ നമുക്ക് ഇവിടെ ഹയർ എഡ്യൂക്കേഷന് വേണ്ടി അപ്പോഴും ഇവിടെ ഈ നിലം പാകപ്പെട്ടില്ലായിരിക്കും ഈ തീരദേശം. 1946 ഇവിടെ നിന്ന് ഫസ്റ്റ് ഗ്രാജുവേറ്റ് ഉണ്ടാകും ക്രിസാന്തോസ് ഫെർണാണ്ടസ്. പുള്ളി പാളയംകോട് സെന്റ് ജോസഫ്സ് കോളേജിൽ പോയിട്ടാണ് അന്ന് ഗ്രാജുവേഷൻ. അത് പുള്ളി ഇവിടുത്തെ സജീവമായിട്ടുള്ള CYMS കോസ്റ്റൽ പബ്ലിക് ലൈബ്രറിയിലെ പ്രവർത്തകരായിരുന്നു. ഈ K. ജോസഫ് സാറും സാറും. അപ്പൊ ഈ ലൈബ്രറിയുടെ പ്രചോദനത്തിനും ഈന്തത്തിലുമാണ് ഇവരൊക്കെ തന്നെ ഹയർ എഡ്യൂക്കേഷൻ എന്നുള്ള ലെവലിലേക്ക്, സെക്കൻഡറി ഹയർ എഡ്യൂക്കേഷൻ ലെവലിലേക്ക് നമ്മുടെ ഈ തീരം, ഈ പ്രത്യേകിച്ച് വാടി തീരദേശം ഉണരുന്ന അതിന് ഇവിടുത്തെ സാംസ്കാരികമായിട്ടും വിദ്യാഭ്യാസപരമായ ഉണർവിൽ വാടിയിലെ ഈ പോസ്റ്റൽ പബ്ലിക് ലൈബ്രറി വഹിച്ച പങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നിശ്ചിതമാണ്. വിവിധ കാലഘട്ടങ്ങളിൽ ലൈബ്രറി കെട്ടിടം ധാരാളം പ്രതിസന്ധികൾ നേരിട്ടിട്ടുണ്ട്. കെട്ടിട തകർച്ച, സ്ഥലസൗകര്യം, പുനർനിർമ്മാണം തുടങ്ങിയ പല പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നെങ്കിലും ഈ ഗ്രന്ഥശാല അവയെല്ലാം തരണം ചെയ്തിരിക്കുന്നു. ശക്തമായ ആദർശങ്ങളുടെ പിൻബലത്തിൽ ജനങ്ങളുടെയും അഭ്യുദയകാംക്ഷികളുടെയും സഹകരണത്തോടെ ഈ ഗ്രന്ഥശാല ഈ പ്രതിസന്ധികളെയെല്ലാം തരണം ചെയ്ത് ഇന്നും നിലനിൽക്കുന്നു. 1948 ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രജിസ്ട്രേഷൻ ലഭിച്ച സംഘടന 1950 നമുക്ക് ആദ്യമായി ഒരു സ്വന്തം കെട്ടിടം അന്നത്തെ തിരുവിതാംകൂർ കൊച്ചി മുഖ്യമന്ത്രി പറവൂർ TK നാരായണപിള്ള തറക്കല്ലിട്ട ഫെബ്രുവരി 12, 1950. അതാണ് ഈ ലൈബ്രറിയുടെ തുടക്കം. അതാണ് ഈ ലൈബ്രറിയുടെ ഈ റോഡിന് കിഴക്ക് ഭാഗത്ത് കാണുന്ന കെട്ടിടം. അവിടെ നിന്ന് ലൈബ്രറി തുടങ്ങും. അതിനുശേഷം ലൈബ്രറിയിൽ അത്യാവശ്യം പുസ്തകങ്ങളും പ്രസിദ്ധീകരണങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന ഒരു സെറ്റപ്പായിരുന്നു. പക്ഷെ ഇപ്പൊ ധീരതയുടെ ഈ CYMSന്റെയും കോസ്റ്റൽ പബ്ലിക് ലൈബ്രറിയുടെയും പ്രവർത്തനങ്ങളിൽ കൂടുതൽ ആകർഷകരാകുകയും അവർ കൂടുതൽ ഇതിനെ ആശ്രയിക്കുകയും ചെയ്യുന്നത് വന്നതോടുകൂടി 1963 ഇപ്പൊ ഈ ലൈബ്രറി നിൽക്കുന്ന സ്ഥലത്ത് ഒരു ഓടിട്ട കെട്ടിടം കുറച്ചുകൂടി വിശാലമായ രീതിയിൽ ഇവിടെ പണിയുകയും അതിനകത്തേക്ക് ഇവിടുത്തെ വായനശാല ലൈബ്രറിയൊക്കെ മാറ്റി സ്ഥാപിച്ച് കുറച്ചുകൂടെ സജ്ജമായി. അപ്പോൾ ഒരു വികാസത്തിന്റെ ഒരു ഘട്ടമാണ്. അതിനായിട്ട് പിന്നെയും ഒരുപാട് ആളുകൾ, വിദ്യാർത്ഥികള്, യുവാക്കളെങ്കിൽ ഇത് ആശ്രയിക്കുന്നു. ഇത് പോരാ, മറ്റ് തീരദേശത്തുള്ള ആളുകളും ഇവിടെ ഇത് ആശ്രയിക്കുന്നതും കണക്കാക്കിയിട്ട് 1972 ഈ കെട്ടിടത്തോടെ ചേർന്നുകൊണ്ട് ഒരു കോൺക്രീറ്റ് കെട്ടിടം കൂടെ സ്ഥാപിച്ച് ഈ ലൈബ്രറി വിശാലമാക്കി. അപ്പൊ ഈ ഒരു പുതിയ കെട്ടിടം അന്ന് ഈ ലൈബ്രറിയുടെ 25ാം വാർഷികത്തിലാണ്. അപ്പൊ അത് രജത ജീവി മന്ദിരമായിട്ട് 1972 പണിതീർന്നു. ഇതാണ് ലൈബ്രറിയുടെ വികാസം. അതിനുശേഷം ലൈബ്രറിയിൽ ഒരുപാട് പുസ്തകങ്ങൾ ഉണ്ടായി. പിന്നെ ലൈബ്രറി രാജാറാം മോഹൻ റോയ് ഫൗണ്ടേഷന്റെ ഫണ്ട് നമുക്ക് ലഭിച്ചു. 1980 ലൈബ്രറി A ഗ്രേഡായിട്ട് ഉയർന്നു. 1993 റെഫറൻസ് സൗകര്യം അക്കാഡമിക്സ് സ്റ്റഡി സെന്ററായിട്ട് ഇത് വളർന്നു. അങ്ങനെ ലൈബ്രറി പടവുകളായിട്ട് ഇന്ന് വളർച്ചയുടെ കാലഘട്ടങ്ങളായിരുന്നു 80-കളും 90-കളും ലൈബ്രറിയെ സംബന്ധിച്ചത്. അങ്ങനെ ലൈബ്രറി വളരെ പടർന്നു പന്തലിച്ച് ഒത്തിരി ആളുകൾക്ക്, ഒരുപാട് ആളുകൾക്ക് അപൂർവമായ ഒത്തിരി പുസ്തകങ്ങൾ, റെഫറൻസ് പുസ്തകങ്ങളും മറ്റുമൊക്കെ ഈ ലൈബ്രറിയിൽ ഉണ്ടായിരുന്നുകൊണ്ട് പല ദേശത്തു നിന്നും ആളുകൾ ഇങ്ങനെ മെമ്പർഷിപ്പും മറ്റുമൊക്കെ എടുത്ത് ഒരുപാട് രീതിയിൽ ഉപയോഗപ്പെടുത്തി. അത് നമ്മുടെ മുൻ മന്ത്രി ഡോക്ടർ തോമസ് ഐസക് ഇവിടെ വന്ന് പുസ്തകം എടുത്തിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഈ പല ലൈബ്രറിയിൽ പോയി അന്വേഷിച്ചിട്ട് കിട്ടാത്ത ഒരു പുസ്തകം ഇവിടെ നിന്ന് ഞങ്ങളത് പ്രത്യേകം അത് റെഫർ ചെയ്ത് പറയും. ഇതുപോലെ ഒരുപാട് ആളുകൾ ഇവിടെ വന്ന് ഇന്നും കിട്ടാത്ത പബ്ലിക് ലൈബ്രറി പോലും കിട്ടാത്ത പുസ്തകങ്ങൾ ഇവിടെ അത്ര അപൂർവമായ ഒരു പുസ്തക ശേഖരം ഇവിടെ ഉണ്ടായിരുന്നു. അത് ഞങ്ങളുടെ ഒരു ക്രെഡിറ്റ് ആയിട്ട് തന്നെ നമ്മൾ അവകാശപ്പെടുക. 1972 കഴിഞ്ഞിട്ട് 1998 ലൈബ്രറി അതിന് സുവർണ ജൂബിലി ആഘോഷം വലിയ രീതിയിൽ നമ്മൾ ഇവിടെയുള്ള തീരദേശത്ത് എല്ലാ ആളുകളെയും പാർത്തിക്കൊണ്ടുള്ള പരിപാടികളായി. ഈ ലൈബ്രറിക്ക് എത്താൻ നമ്മൾ തന്നെ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് വരവേ
അപ്പൊ ഈ 2020 ഒരു മെയ് 27 ഒരു ശക്തമായ ഒരു കാറ്റിലും മഴയിലും ഈ ലൈബ്രറി കെട്ടം മൊത്തം നിലനിർത്തി. ഇതാണ് ഈ ലൈബ്രറിയിൽ നമ്മുടെ ഈ തീരദേശ ജനതയ്ക്ക് ഉണ്ടായ ഏറ്റവും വലിയ നഷ്ടം. ഒരുപാട് പുസ്തകങ്ങളും ഫർണിച്ചറുകളും കമ്പ്യൂട്ടറുകളും ഒക്കെ തന്നെ ഞങ്ങൾക്ക് ഇതുവാക്കും നഷ്ടം. ഈ ലൈബ്രറി കെട്ടിടം തകർന്ന ലൈബ്രറി കെട്ടം നമ്മുടെ ഈ തീര ജനതയുടെ ഒരു ഇച്ഛാശക്തി കൊണ്ടും സപ്പോർട്ട് കൊണ്ടും കോസ്റ്റൽ യങ് മെൻ സൊസൈറ്റി, നമ്മുടെ കോസ്റ്റൽ റിക്രിയേഷൻ ക്ലബ്ബ്, കോസ്റ്റൽ തീരദേശ കലാസമിതി, പാലിപ്പള്ളി, പിന്നെ നമ്മുടെ നല്ലവരായ നാട്ടുകാര്, ഒരുപാട് അഭിനയകാക്ഷികളുണ്ട്. ഇവരുടെ എല്ലാം സഹായ സഹകരണത്തോടുകൂടെ ഈ ലൈബ്രറി കെട്ടിടം ഇപ്പോൾ നമ്മൾ അത് പൂർത്തിയാക്കി ചെയ്യുകയാണ്. അത് പ്ലാറ്റിനം രീതിയിൽ ഈ ഇത് വന്നതിനോട് ഞങ്ങൾ ഈ പറഞ്ഞ ഒക്ടോബർ 25 നമ്മുടെ ബഹുമാനപ്പെട്ട ഫിഷറീസ് സാംസ്കാരിക മന്ത്രി ശ്രീ സജി ചെറിയാൻ നാടിന് സമർപ്പിക്കുക. ഇതാണ് ഈ ലൈബ്രറിയുടെ ചരിത്രത്തെക്കുറിച്ച് പറയാനുള്ളത്. ഇനി ഈ ലൈബ്രറിക്ക് ഇത്തരം സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഒരുപാട് ജനങ്ങൾക്ക് ഇത് വെളിച്ചമേകാൻ ഈ ലൈബ്രറി ഒരു നിദാനമാകും എന്ന് മാത്രം നിന്നെപ്പറ്റി പറയും. CYMS ചുമതലയിൽ പുനർജീവിക്കപ്പെട്ട വാടി കോസ്റ്റൽ പബ്ലിക് ലൈബ്രറിയുടെ സ്ഥാപക ഭാരവാഹികളെക്കുറിച്ചും സഹസംഘടനകളുടെ സ്ഥാപക ഭാരവാഹികളെക്കുറിച്ചും നമുക്കറിയാം. ഇതിപ്പം CYMSന്റെ ഒരു ഓസ്പീഷ്യസിലാണ് ഈ കോസ്റ്റൽ പബ്ലിക് ലൈബ്രറി ഇവിടെ ആരംഭിച്ചത്. അപ്പോൾ ഈ CYMS എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം ഇവിടെ കെട്ടിപ്പടുത്ത ആ ഭാരവാഹികളെ ഈ ചരിത്രത്തിന്റെ ഭാഗമാണ്. അത് നമുക്ക് വിസ്മരിക്കാൻ പറ്റാത്ത വളരെ ക്രാന്തദർശികളായിട്ടുള്ള ഈ തീരപ്രദേശത്തോട് പ്രതിബദ്ധത പുലർത്തിയിട്ടുള്ള ഇവരാണ്. അന്ന് 1947 ഇത് ഫോം ചെയ്തപ്പോൾ കോസ്റ്റൽ യങ് മെൻ സൊസൈറ്റി CYMSന്റെ ഭാരവാഹികളായിരുന്നവർ പ്രസിഡന്റ് CA ഇസൻഡോസ് സാറാണ്, സെക്രട്ടറി CS മർസിലൻ ഫെർണാണ്ടസ് സാറാണ്, അതുപോലെ ട്രഷറർ ശ്രീ J ആന്റണി സാറായിരുന്നു. ഇപ്പൊ ഇവരായിരുന്നു ഈ CYMS ഇവിടെ 1947 കെട്ടിപ്പടുത്തത്. ഇവരുടെ നേതൃത്വത്തിലാണ് അന്ന് CYMSന്റെ കീഴിലായിരുന്നു ഈ കോസ്റ്റൽ പബ്ലിക് ലൈബ്രറി. CYMSന്റെ ഒരു ആക്ടിവിറ്റി ആയിരുന്നു. അപ്പോൾ CYMSന്റെ നേതൃത്വത്തിന് അതിനകത്ത് തന്നെ ഉള്ള ആളുകളെ തന്നെ ഭാരവാഹികളായി വെക്കുന്ന ഒരു സെറ്റപ്പ് ആയിരുന്നു. അന്ന് ഇലക്ഷനും മറ്റൊന്നും ഇല്ല. അപ്പൊ അങ്ങനെ അന്ന് ആദ്യത്തെ കോസ്റ്റൽ പബ്ലിക് ലൈബ്രറിയുടെ ഭാരവാഹികളായിരുന്നവരോ പ്രസിഡന്റ് ശ്രീ കസ്മൽ ഫെർണാണ്ടസ് സാറാണ് ആദ്യത്തെ ലൈബ്രറിയുടെ പ്രസിഡന്റ്. പിന്നെ അതിന്റെ സെക്രട്ടറി ശ്രീ PA ജോഹർ സാറായിരുന്നു. പിന്നെ ലൈബ്രറിയൻ എന്ന ശ്രീ ഫ്രാൻസിസ് ഫെർണാണ്ടസ് സാറായിരുന്നു. അപ്പൊ ഇവരൊക്കെയാണ് ഈ ലൈബ്രറിയുടെ ശരിക്കുമുള്ള സാരഥികൾ. ഇതിന്റെ ഏറ്റവും ആദ്യമായിട്ട് തുടക്കമിട്ട പ്രതിഭാഗികരാണ്. അപ്പൊ ഇതിന് ഈ CYMS ആണ് ഇതിനകത്ത് ഇനിഷ്യേറ്റീവ് എടുത്തത് എന്നുള്ളത് കൊണ്ട് തന്നെ CYMSന്റെ ആദ്യകാലത്തെ സെക്രട്ടറി ഈ പ്രദേശത്ത് ഏറ്റവും ഇവിടെയുള്ള സാമൂഹിക മുന്നേറ്റങ്ങൾക്കൊക്കെ ഒരു അമരക്കാരനായി നിന്നത് ശ്രീ മസ്ലിൻ സാറാണ്. മസ്ലിൻ സാറിന്റെ നാമം നമുക്ക് ഇവിടെ ഞങ്ങൾക്ക് ഈ തീരദേശത്തിന് പ്രത്യേകിച്ചും വാടിക്ക് മറക്കാൻ പറ്റത്തില്ല. അദ്ദേഹത്തിന്റെ നാമധേയത്തിൽ അദ്ദേഹത്തിന്റെ പേരിലാണ് ഞങ്ങളിപ്പോൾ പുതുതായി പണിയെടുപ്പിച്ച ഈ പ്ലാറ്റിനം ജൂബിലിയുടെ മീറ്റിംഗ് ഹാൾ അദ്ദേഹത്തിന്റെ മർസിലൻ ഫെർണാണ്ടസ് മെമ്മോറിയൽ ഹാളിൽ നിന്നാണ് ഞങ്ങൾ നാമകരണം ചെയ്തിരുന്നത്. അപ്പൊ അത് ഞങ്ങളെ ഈ വഴികാട്ടിയായി മുന്ന ഈ പൂർവികരോടുള്ള ഒരു ഡെഡിക്കേഷനാണ്, ഈ നാടിന്റെ ഒരു ഡെഡിക്കേഷനാണ് കാണിക്കുന്നത്. ഈ കൂടാതെ തന്നെ ഇവിടെ ഈ കായിക രംഗത്ത് ഇവിടെ ഏറ്റവും കൂടുതൽ നമ്മുടെ ഈ CYMSന്റെ കീഴിൽ തന്നെയായിരുന്നു അന്ന് കോസ്റ്റൽ റിക്രിയേഷൻ ക്ലബ്ബ് എന്ന് പറഞ്ഞിട്ട് ഈ ലൈബ്രറി പോലെ തന്നെ കായിക പ്രതിഭകളെ വാർത്തെടുക്കുവാൻ കോസ്റ്റൽ റിക്രിയേഷൻ ക്ലബ്ബ് ഇവിടെ അന്ന് രൂപീകൃതമായിരുന്നു. അപ്പൊ അത് കുറച്ചുകൂടി താമസിച്ചിട്ടാണ് അത് ഫോം ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ആദ്യകാലത്തെ പ്രസിഡന്റ് ശ്രീ ബർണബാസ് ഫെർണാണ്ടസ് ആയിരുന്നു. അതിന്റെ സെക്രട്ടറി ശ്രീ P സിറിലായിരുന്നു. ഇതൊക്കെയായിരുന്നു ഇവിടുത്തെ തീരദേശത്ത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് കായിക പ്രതിഭകളെ സംസ്ഥാന തലത്തിലുള്ള തന്നെ കായിക പ്രതിഭകളെ ഇവിടെ നിന്ന് വാർത്തെടുക്കുവാനായിട്ട് ഈ കോസ്റ്റൽ റിക്രിയേഷൻ ക്ലബിന് കഴിയും. അപ്പൊ അത് നമ്മുടെ ഈ പ്രദേശത്തെ കാര്യങ്ങൾ പറയുമ്പോൾ ഇതും കൂടെ നമ്മളൊന്ന് പറയേണ്ടത്. പിന്നെ അതുകൊണ്ട് ഇവിടുത്തെ തന്നെ ഈ കലാപ്രതിഭകളെ വാർത്തെടുക്കുന്നതിന് വേണ്ടി തീരദേശ കലാസമിതി ഇവിടെ അന്ന് പ്രത്യേക ഇൻഡിപെൻഡന്റ് ആയിട്ട് തന്നെ ഇവിടെ രൂപീകൃതമായത്. അതിവിടെ ഒരുപാട് ഇവിടെ സംസ്ഥാന തലത്തിൽ തന്നെ ഒരുപാട് പരിപാടികൾ
നടത്തിയിട്ടുള്ള ഒരു തീരദേശ കലാസമിതി. ആ തീരദേശ കലാസമിതിയുടെ ഒരുപാട് പ്രവർത്തനങ്ങൾ ഇവിടെ സംസ്ഥാന തലത്തിലുള്ള നാടകോത്സവം, പിന്നെ ഒരുപാട് ഒത്തിരി കലാപരിപാടികൾ ഈ ഓഡിറ്റോറിയത്തിൽ അരങ്ങേറിയിട്ടുണ്ട്. അപ്പോൾ അവരുടെ ആദ്യത്തെ സ്ഥാപക പ്രസിഡന്റ് ശ്രീ കസ്മൽ ഫെർണാണ്ടസ് ആണ്. കൺവീനർ എസ് ഗ്രേഷ്യൻ, സെക്രട്ടറി ശ്രീ ജി പീറ്റർ എന്നിവരായിരുന്നു ഇതിന്റെ സ്ഥാപക ഭാരവാഹികൾ. അപ്പൊ ഇവരുടെ നേതൃത്വത്തിൽ നടന്ന ഒരു കലാപരമായ മുന്നേറ്റം വളരെയധികം ഇവിടെ സ്വാധീനം ചെലുത്തിക്കൊണ്ട് അത് ഇപ്പോഴും പ്രവർത്തന നിരതമാണ്. കാരണം വളരെ സജീവമായി പ്രവർത്തിക്കുന്ന ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഇടപെടലുകൾ നടത്തുന്ന ഒരു സാംസ്കാരിക സംഘടനയാണ് തീരദേശ കലാ. അതുപോലെ തന്നെ അനുപമ ആർട്സ് ക്ലബ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു കലാപരമായിട്ടുള്ള ഒരു സംഘടന അക്കാലത്ത് ഇവിടെ രൂപം കൊണ്ടിരുന്നു. അവരുടെ നേതൃത്വത്തിൽ തന്നെ ഇത് ഒരുപാട് നാടകം തുടങ്ങിയുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ ഇവിടെ, ഒരുപാട് മുന്നേറ്റങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്. ഇവിടെ കലാപരമായും കായികപരമായും സാംസ്കാരികപരമായ ഒക്കെ ഒരു ഉണർവ് CYMSന്റെ ആവിർഭാവത്തോടു കൂടിയാണ് ഇതെല്ലാം പിന്നെ ക്രമേണ ഉണ്ടായത് എന്നുള്ളത് ഈ ചരിത്ര യാഥാർത്ഥ്യമാണ്. കോസ്റ്റൽ പബ്ലിക് ലൈബ്രറി അതിനെ വളരെ നിർണായകമായ പങ്ക് വഹിച്ചു എന്നുള്ളത് ഇത് ചരിത്രമാണ്. ലൈബ്രറിയുടെ പുനർനിർമ്മാണം, ഫണ്ടിംഗ്, ലൈബ്രറിയുടെ മേൽനോട്ടത്തിൽ നടത്തിവരുന്ന പ്രവർത്തനങ്ങൾ എന്നിവയെക്കുറിച്ച് വാടി കോസ്റ്റൽ പബ്ലിക് ലൈബ്രറിയുടെ പ്രസിഡന്റായ ശ്രീ ജോയ് സുനിൽ സംസാരിക്കുന്നു. എൻ്റെ പേര് ജോയ് സുനിൽ. ഞാൻ ലൈബ്രറിയുടെ പ്രസിഡന്റാണ്. 2022 മുതൽ ലൈബ്രറിയുടെ പ്രസിഡന്റായിട്ട് പ്രവർത്തിക്കുകയാണ്. ഈ ലൈബ്രറി നിർമ്മിക്കുന്നതിന് ഇവിടുത്തെ 4 സംഘടനകൾ ചേർന്നൊരു കമ്മിറ്റിയുണ്ട്. ആ കമ്മിറ്റിയുടെ ജനറൽ കൺവീനർ വഴിയാണ് ലൈബ്രറിയുടെ കെട്ടിടം സാക്ഷാത്കരിക്കാൻ വേണ്ടി നമ്മൾ പൊതുയോഗം വിളിക്കുകയുണ്ടായി വാടി ഹാളിൽ വെച്ച്. അപ്പോൾ ആ ഹാളിൽ വെച്ച് ഒരു സ്റ്റിയറിംഗ് കമ്മിറ്റി രൂപീകരിക്കണമെന്ന് തീരുമാനിക്കുകയും ആ സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ ഇവിടുത്തെ വാടിയിലെ CMSന്റെ പ്രസിഡന്റ് സെക്രട്ടറി, CRCയുടെ കോസ്റ്റൽ റെക്രേഷൻ ക്ലബിൻ്റെ പ്രസിഡന്റ് സെക്രട്ടറി, തീരദേശ രാസമിതിയുടെ പ്രസിഡന്റ് സെക്രട്ടറി, ലൈബ്രറിയുടെ പ്രസിഡന്റ് സെക്രട്ടറി ഉൾപ്പെടുന്ന ഒരു സ്റ്റിയറിംഗ് കമ്മിറ്റി രൂപീകരിക്കുകയും അതിനകത്ത് 3 അഡീഷണൽ കമ്മിറ്റികൾ, ഒന്ന് സീനിയർ കമ്മിറ്റി, ഒന്ന് എക്സ്പേർട്ട് കമ്മിറ്റി, ഒന്ന് ഫൈനാൻസ് കമ്മിറ്റി. അപ്പോൾ ഈ 3 കമ്മിറ്റിയുടെ ചെയർമാൻമാരും കൂടെ ഉൾപ്പെടുന്ന 11 പേര് ചേരുന്ന ഒരു കമ്മിറ്റിയാണ് ഈ കെട്ടിടത്തിൻ്റെ നിർമ്മാണത്തിന് ചുക്കാൻ പിടിച്ചിട്ടുള്ളത്. നിർമ്മാണത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ഈ കമ്മിറ്റി നിരന്തരം കൂടി ചെയ്യേണ്ട കാര്യങ്ങൾ വിലയിരുത്തി അപ്പോഴപ്പോഴുള്ള കണക്കുകൾ അവതരിപ്പിച്ച് അങ്ങനെയാണ് ഈ കമ്മിറ്റി മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ ചെയർമാൻ എൽ ജോസഫ് ഏട്ടനും ഞാൻ ജോയ് സുനിലുമായിരുന്നു. ബിൽഡിംഗ് നമ്മൾ 2020 ഡിസംബർ 20-ാം തീയതിയാണ് തറക്കല്ലിട്ടത്. ഈ പുതിയ ബിൽഡിംഗ് കെട്ടാനുള്ള തറക്കല്ലിട്ടാന്ന് നമ്മുടെ ചെങ്കല എസ് കമ്മത്ത് സാഹിത്യകാരി ചെങ്കല എസ് കമ്മത്ത് നമ്മുടെ നാട്ടുകാർ തന്നെയാണ് തറക്കല്ലിട്ടത്. ഇങ്ങനെ നമുക്ക് ഗ്രാൻഡ് ഒന്നുമില്ല. ഒരു ഗ്രാൻഡും ND ഫണ്ടോ MLA ഫണ്ടോ ഒരു ഗ്രാൻഡും 1 രൂപ പോലും സർക്കാരിൽ നിന്ന് ഭാഗത്ത് ഗ്രാൻഡില്ല. ഈ വസ്തു നമുക്ക് ലൈബ്രറി കെട്ടാൻ വേണ്ടി സർക്കാർ നമുക്ക് കുത്തകപ്പാട്ടത്തിന് തന്ന വസ്തുതയുണ്ട്. നമ്മൾ ആ കുത്തകപ്പാട്ടത്തിനുള്ള കുടിശ്ശിക തന്നെ ഒരു വലിയ തുക അടയ്ക്കാനും. അപ്പോൾ നമുക്ക് ഗ്രാൻഡൊന്നും ബിൽഡിംഗ് കെട്ടാൻ ഗ്രാൻഡൊന്നും കിട്ടത്തില്ല. നമ്മളിപ്പോൾ നാട്ടുകാരുടെ ഇന്ന് ഇത്രയും 4 വർഷമായിട്ട് നാട്ടുകാരായ നല്ല ആളുകളും മറ്റ് സഹോദര സംഘടനകളും പുറത്തുള്ള വായന ഇഷ്ടപ്പെടുന്ന നല്ല ആളുകളും സഹായിച്ചിട്ടാണ് ഒരു 60-70 ലക്ഷം രൂപയോളം നമ്മൾ പിടിച്ച തുകയിലാണ് ഇപ്പോൾ ഈ ലൈബ്രറി ചെയ്തിരിക്കുന്നത്. ഈ ലൈബ്രറി വളരെ നല്ല രീതിയിൽ ചെയ്തിരിക്കുകയാണ്. ഇതിപ്പം ഇതിനകത്ത് പുതിയ സജ്ജീകരണം എല്ലാം ഇപ്പോഴത്തെ കാലഘട്ടം ആവശ്യപ്പെടുന്നതനുസരിച്ചുള്ള ഡിജിറ്റൽ ലൈബ്രറി, മാളിൽ നമ്മളൊരു 100 പേർക്ക് ഇരിക്കാവുന്ന ഒരു നല്ല ഒരു കോൺഫറൻസ് ഹാള്, പത്രം ഒക്കെ വായിക്കാനുള്ള റീഡിംഗ് റൂം സെപ്പറേറ്റ് ആയിട്ടും, ഒരു വലിയ ഏതാണ്ടൊരു 10-15 ബുക്ക് കൊള്ളത്തക്ക രീതിയിലുള്ള റാക്കുകളും എല്ലാം ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ കാലഘട്ടം ആവശ്യപ്പെടുന്ന അനുസരിച്ചുള്ള റീഡേഴ്സ് അതെല്ലാം വെച്ചിട്ടാണ് ലൈബ്രറി തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നാട്ടുകാരുടെ ഒരു വലിയ സഹായത്തിലാണ് ഇതിപ്പം നമുക്ക് ഈ 4 വർഷം കൊണ്ട് പൂർത്തീകരിക്കാൻ പറ്റിയതും. ഇതിൻ്റെ ഏതാണ്ട് 95% കാര്യങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ പ്ലാന്റ് ഏജൻസിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ലൈബ്രറിയുടെ പ്രവർത്തനം എന്ന് പറയുന്നത് ഇപ്പം പണ്ടത്തെ കണക്ക് ബുക്ക് ഇഷ്യൂവിൽ മാത്രം ഒതുക്കുന്നതല്ല ഇപ്പോഴത്തെ ലൈബ്രറി പ്രവർത്തനം. ഇപ്പോഴത്തെ ലൈബ്രറി പ്രവർത്തനത്തിൽ ബുക്കും അതിൻ്റെ ഇഷ്യൂവും ഒരു 10% മാത്രമേ വരുന്നുള്ളൂ. ബാക്കി 90% ലൈബ്രറിയിൽ ഇപ്പം ഒരുപാട് ആക്ടിവിറ്റി ഓറിയൻ്റ് ആണ് ലൈബ്രറിയുടെ പ്രവർത്തനം. അതിന് നമ്മൾ ബാലവേദിയുണ്ട്, കുട്ടികൾക്കായിട്ടുള്ള ബാലവേദിയുണ്ട്, സ്ത്രീകൾക്കായിട്ടുള്ള വനിതാ വേദിയുണ്ട്, യുവജനങ്ങൾക്കായിട്ടുള്ള യുവജന വേദിയുണ്ട്,
ഇച്ചിരി പ്രായവരുടെ വയോജന വിധിയുണ്ട്, വിമുക്തി അഡിക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് വിമുക്തിയുടെ ഒരു അപ്പോൾ ഈ 5 സംഗതികളും ലൈബ്രറി പ്രവർത്തിക്കേണ്ട തന്നെയാണ്. ഇതിനെല്ലാം ആകമൊത്തം പ്രവർത്തനം വെച്ചിട്ടാണ് ഓരോ വർഷവും നമ്മൾ ലൈബ്രറിക്കുള്ള ഗ്രഡേഷനൊക്കെ അതനുസരിച്ചാണ് വരികയും. ഞങ്ങളിപ്പോൾ ലൈബ്രറി ഉൾക്കൊള്ളണത്തോടു കൂടി തന്നെ ഈ 5 മേഖലകളിലും ഈ ബാലവേദി, വനിതാവേദി, യുവജനവേദി, വയോജനവേദി, വിമുക്തി, ഈ 5 മേഖലകളിലും നമ്മുടെ മാസം തോറുമുള്ള പരിപാടികൾ പ്ലാൻ ചെയ്ത് ഈ ഒരു പ്ലാറ്റിനം ജൂബിലി വർഷത്തോട് ബന്ധപ്പെട്ട് ഈ വർഷം മൊത്തം നമ്മൾ അങ്ങനെയുള്ള പരിപാടികൾ അടുത്ത വർഷം വരെ നിരന്തരം പരിപാടികൾ ആലോചിക്കുന്നുണ്ട്. അപ്പോൾ അത് വർഷം മൊത്തം നടക്കും. പിന്നെ നമ്മൾ 2 വർഷം മുമ്പ് നമ്മുടെ മേഖലാ തലത്തിലുള്ള ബാലോത്സവം ഈ ലൈബ്രറിയാണ് ഇവിടെ ഹോസ്റ്റ് ചെയ്തത്, നമ്മളാണ് നടത്തിയത്. അപ്പോൾ ഈ വർഷം നമ്മളൊരു ഒരു വലിയ രീതിയിൽ ചിലപ്പോൾ താലൂക്ക് ബാലോത്സവമോ ജില്ലാ ബാലോത്സവമൊക്കെ തന്നെ നമ്മൾ നടത്താൻ ഇത് മുറയ്ക്ക് നടത്തണമെന്ന് തന്നെ ആഗ്രഹമുണ്ടായിരുന്നു. അപ്പം അതങ്ങനെ ഒരു സാധ്യത ഉണ്ട്. ഈ വർഷം ചിലപ്പോൾ നമ്മളൊരു വലിയ ജില്ലാ തലത്തിലോ അല്ലെങ്കിൽ താലൂക്ക് തലത്തിലോ ഉള്ളൊരു ബാലോത്സവം എല്ലാ ലൈബ്രറികളും ഇപ്പോൾ കൊല്ലത്തെ മുഴുവൻ ലൈബ്രറികളെയും ഇതിനെപ്പറ്റിയുള്ള ഒരു വലിയ ബാലോത്സവം ചിലപ്പോൾ നമ്മൾ നടത്തണമെന്നുള്ള പ്ലാനിങ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ചിലപ്പം ഈ പ്ലാറ്റിനം ജൂബിലി വർഷമായിട്ട് ബന്ധപ്പെട്ട് നമ്മളത് ഹോസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. വാടി കോസ്റ്റൽ പബ്ലിക് ലൈബ്രറിയുടെ പുതുമന്ദിര സമർപ്പണവും പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തിനും മുന്നോടിയായി നടത്തിയ വിവിധ പ്രവർത്തനങ്ങളെപ്പറ്റിയും ഭാവിയിൽ തീരപ്രദേശത്തിന്റെ വിദ്യാഭ്യാസപരവും കലാസാംസ്കാരിക സാഹിത്യപരവുമായ പുരോഗതിക്ക് വേണ്ടി നടത്താനുദ്ദേശിക്കുന്ന പ്രവർത്തനങ്ങളെപ്പറ്റി വാടി കോസ്റ്റൽ പബ്ലിക് ലൈബ്രറിയുടെ സെക്രട്ടറിയായ ശ്രീ ജോസഫ് സംസാരിക്കുന്നു. എൻ്റെ പേര് ജോസഫ്. ഞാനിപ്പോൾ ഈ ലൈബ്രറിയുടെ സെക്രട്ടറി ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഈ ലൈബ്രറിയെ കുറിച്ച് പറയുമ്പോൾ ചരിത്രപരമായിട്ട് ഇതിൻ്റെ സ്ഥാപക ആളുകൾ കൊടുത്ത ഒരു ദീർഘവീക്ഷണത്തോടുകൂടിയുള്ള ഒരു മുന്നേറ്റം, അതിൻ്റെ ഒരു തുടർച്ച തന്നെയാണ് ഇപ്പം ഈ ഒരു തരത്തിലുള്ള ഒരു ലൈബ്രറി ആയിട്ട് മാറുന്നതിന് ഞങ്ങൾക്ക് പ്രചോദനം കിട്ടിയിട്ടുള്ളത്. ഇതിൻ്റെ ഒരു ഭാഗമാക്കാൻ കഴിഞ്ഞത് തന്നെ വളരെ ഒരു സന്തോഷമായിട്ട് തന്നെ കാണുന്നു. ഒരു വ്യക്തിപരമായി എടുത്താൽ പോലും ഈ ലൈബ്രറി ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള കുറേ മാറ്റങ്ങളും ഒരു അക്കാഡമിക് തലത്തിലായാലും ശരി അല്ലാതെയുള്ള വളർച്ചയ്ക്ക് ഉണ്ടാക്കിയിട്ടുള്ള കാര്യങ്ങൾ വളരെ വളരെ വലുതാണ്. ഇത് ഈ സമൂഹത്തിലുള്ള എല്ലാവർക്കും ഈ പറയുന്ന ഒരു വാടി എന്ന് പറയുന്ന ഒരു പ്രദേശം മാത്രമല്ല, ഇതിൻ്റെ തുടക്കം തൊട്ട് തന്നെ ആ ഒരു ലൈബ്രറി ഒരു തീരദേശത്താകെ തന്നെ ഉള്ള ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമായിരുന്നു. ഇനിയിപ്പോൾ വന്നിട്ടുള്ള ഈ പുതിയ ലൈബ്രറി ആ ഒരു തരത്തിൽ തന്നെ ആയിരിക്കും. മറ്റ് സ്ഥലങ്ങൾക്ക് മാതൃകയാകുന്ന തരത്തിലുള്ള കുറേയേറെ പുതിയ കാര്യങ്ങളാണ് ഞങ്ങൾ വിഭാവനം ചെയ്തിട്ടുള്ളത്. ആ കാര്യങ്ങൾ ചെയ്യുന്നതിന് പ്രാപ്തമാകുന്ന തരത്തിലുള്ള സൗകര്യങ്ങൾ ഇപ്പോൾ ഈ ലൈബ്രറിക്കകത്ത് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. പലരും ചോദിച്ചിട്ടുണ്ട് ഈ ലൈബ്രറിക്കൊക്കെ ഇനി ഒരു പ്രസക്തി എന്താണെന്ന്. പുസ്തകം മരിക്കുന്നു, വായന മരിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും അങ്ങനെയല്ല. ഇനി ഉള്ള തലമുറയ്ക്ക് പോലും ഈ വായന അത് ചിലപ്പോൾ സാങ്കേതിക വിദ്യകൾ ചിലപ്പോൾ ഉപയോഗിക്കേണ്ടി വരുമായിരിക്കാം. അപ്പോൾ അത്തരത്തിലുള്ളതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ ഒരു ഡിജിറ്റൽ ലൈബ്രറി എന്നുള്ള ഒരു ആശയം തന്നെയാണ് ഞങ്ങൾ വെച്ചിട്ടുള്ളത്. അതിനനുസരിച്ചിട്ടുള്ള സൗകര്യങ്ങളും കാര്യങ്ങളും ഒക്കെ ഇതിനകം തന്നെ ഒരുക്കിയിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ലൈബ്രറിയിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമായിരുന്നു ശരിക്കും ഒരു അക്കാഡമിക് റെഫറൻസ് ഒരു സൗകര്യം തന്നെ ഈ ഗ്രന്ഥശാല സംഘത്തിൻ്റെ കീഴിൽ വളരെ ചുരുക്കം ലൈബ്രറികൾക്ക് മാത്രമാണ് കിട്ടിയിട്ടുള്ളത്. അതിലൊരു ലൈബ്രറിയാണ് ഈ വാടി കോസ്റ്റൽ പബ്ലിക് ലൈബ്രറി എന്ന് പറയുന്നത്. അപ്പോൾ തുടർന്നും ഈ പറഞ്ഞ ഒരു അക്കാഡമിക് രംഗത്ത് ഒരു ഗവേഷണം നടത്തുന്ന തരത്തിലുള്ള ചില സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെയുള്ള പുതുതലമുറയ്ക്ക് കൊടുക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളും ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം ഈ സമൂഹത്തിന് ആവശ്യമായിട്ട് വരുന്ന ചില കാര്യങ്ങൾ, സമൂഹവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിവിധ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് അവരുടെ ചില ആവശ്യങ്ങൾ കണ്ടുകൊണ്ട് നമ്മൾ ഒരു ഫെസിലിറ്റേഷൻ സെൻ്റർ കൂടെ, ആ ഫെസിലിറ്റേഷൻ സെൻ്റർ വഴി സമൂഹത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ വിഭാവനം ചെയ്തിട്ടുള്ളത്. അതിനോടൊപ്പം തന്നെ ഈ ലൈബ്രറിയുടെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് വളരെ വിപുലമായ തരത്തിലുള്ള പ്രവർത്തനങ്ങളും അനുബന്ധ പരിപാടികളും ഒക്കെ ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇനിയും കുറേ കാര്യങ്ങൾ ഞങ്ങൾ നടത്താൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇതിനകം തന്നെ ഈ പറഞ്ഞ ഇതൊരു മത്സ്യത്തൊഴിലാളി മേഖലയാണ്. ഈ മത്സ്യത്തൊഴിലാളി മേഖലയിൽ മത്സ്യത്തൊഴിലാളികളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു പരിപാടിയായിരുന്നു മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള ക്വിസ് പ്രോഗ്രാം. മത്സ്യമേഖലയുമായി ബന്ധപ്പെട്ട മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് വളരെ ഒരു നല്ല ലെവലിലുള്ള ഈ തീരദേശത്ത് നിന്ന് തന്നെയുള്ള 7 മത്സ്യത്തൊഴിലാളികളുടെ 7 ടീം വന്ന്
പങ്കെടുത്തുകൊണ്ടൊരു മത്സ്യത്തൊഴിലാളി ക്വിസ് പ്രോഗ്രാം നടത്തിയിട്ടുണ്ട്. അതോടൊപ്പം വനിതകൾക്ക് വേണ്ടിയിട്ടും ഈ പറയുന്ന ഒരു ക്യാൻസർ അവബോധന ക്ലാസ് ഡോക്ടർ സുമിത്ര നായർ ഇപ്പം പുനലൂർ ഗവൺമെൻറ് ആശുപത്രിയിലുള്ള ഡോക്ടറെ പങ്കെടുപ്പിച്ചുകൊണ്ട് ക്യാൻസർ ഒരു പൊതു അവബോധനം എന്ന് പറഞ്ഞ തരത്തിലുള്ള ഒരു ക്ലാസ് നടത്തിയിട്ടുണ്ട്. അതിനോടൊപ്പം കേരളത്തിൽ തന്നെയുള്ള കോളേജ് തലത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടിയായിട്ട് ഒരു ക്വിസ് പ്രോഗ്രാമും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇനി അങ്ങോട്ട് കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള പരിപാടികളും കാര്യങ്ങളും നടത്തുന്നതിനും അതോടൊപ്പം ഈ പറയുന്ന സമൂഹത്തിലെ ചില പ്രശ്നങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പൊതു പരിപാടികളും എല്ലാം ഞങ്ങൾ പ്ലാൻ ചെയ്തു. കൊല്ലം സമൂഹം വാടി കോസ്റ്റൽ പബ്ലിക് ലൈബ്രറിക്ക് ഒരു മുഖ്യ സ്ഥാനം നൽകി വരുന്നു. ഇതിന് കാരണം ലൈബ്രറിയുടെ സജീവമായ സാമൂഹ്യ ഇടപെടലുകളും അതിനെ തുടർന്നുള്ള പ്രയത്നങ്ങളുമാണ്. 2018 കേരളത്തിൻ്റെ മഹാപ്രളയകാലത്ത് CYMS മുഖേന നടത്തിയ രക്ഷാദൗത്യത്തിലെ പങ്കാളിത്തം വായനശാലയുടെ ഭാഗത്തു നിന്നുള്ള മറ്റൊരു സേവന പ്രവർത്തനമാണ്. ധാരാളം പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നെങ്കിലും അതിനെയെല്ലാം അതിജീവിക്കാൻ സഹായിച്ചത് നല്ലവരായ നാട്ടുകാരുടെയും അഭ്യുദയകാംക്ഷികളുടെയും സഹായ സഹകരണം ആണ്. പുനർനിർമ്മിച്ച ഈ ലൈബ്രറി നാടിനായി സമർപ്പിക്കുമ്പോൾ ഇതിൽ നിന്നും പകർന്നു നൽകുന്ന അറിവിൻ്റെ വെളിച്ചം തീരപ്രദേശത്തെ മാത്രമല്ല മറ്റു പ്രദേശങ്ങളിലേക്കും തീർച്ചയായും എത്തുകയും അത് വിദ്യാഭ്യാസപരമായും സാംസ്കാരികപരമായും മുന്നേറ്റം ഉണ്ടാക്കുകയും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. പ്ലാറ്റിനം ജൂബിലി ആഘോഷിക്കുന്ന പുതുമന്ദിര സമർപ്പണത്തിനായി ഒരുങ്ങുന്ന വാടി കോസ്റ്റൽ പബ്ലിക് ലൈബ്രറിയുടെ ഭാവി പ്രവർത്തനങ്ങൾക്ക് ആശംസ നേർന്നുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു.